നീ കൈ തട്ടണ എന്തിന്? ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്. നീ കൈ തട്ടണ എന്തിന്? ആ, ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്. ഞാൻ എടുക്കും സാറേ. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്, ഞാൻ എടുക്കും. ഇവരെന്തര്? ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്, ഞാൻ എടുക്കും വീഡിയോ. ആ, നീ എന്തിന് കൈ തട്ടുന്ന എന്തിന്? നീ എന്തിണ്ടാ കൈ തട്ടിയ? അല്ല സാറേ, കൗൺസിലറുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് വീണ്ടും മണ്ണുമാഫിയ ശക്തമാകുന്നു. ചോദ്യം ചെയ്തു പോയാൽ ഗുണ്ട ആക്രമണം. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ആനാട് പുത്തൻപാലം വാർഡിൽ കൗൺസിലർ ലീലാമ്മ ടീച്ചറുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നടക്കുന്ന മണ്ണെടുപ്പ് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവർത്തനത്തിനിടെ അശ്രദ്ധമായി ചെളി റോഡിലേക്ക് ഒഴുകുകയായിരുന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇതേ തുടർന്ന് അപകടത്തിൽപ്പെട്ടിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധത്തോടൊപ്പം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് താൽക്കാലികമായി പണി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പോലീസിന്റെ സാന്നിധ്യത്തോടെയും ഒത്താശയോടെയും പണികൾ വീണ്ടും ആരംഭിച്ചതോടെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നു. മഴ കാരണം വീണ്ടും ചെളി റോഡിലേക്ക് ഒഴുകി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടാവസ്ഥ ഉണ്ടാക്കുന്നു. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാഡം, അത് ഈ റോഡിലോട്ട് ചെളി ഇറങ്ങുന്നുണ്ടല്ലേ ഈ അപകടങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ഒരു ദിവസം മഴ പെയ്തപ്പോൾ അവർക്ക് അബദ്ധം പറ്റിയതാണ്. പിന്നെ ഇടിച്ചില്ല. അത് അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തി വെക്കാൻ പറഞ്ഞു. മഴ പെയ്തുകൊണ്ട് അന്ന് നിർത്തിവെച്ചു. അത് അങ്ങേര് വന്ന് വീണത് ഞാൻ അവിടെ ഉണ്ട്, സ്പോട്ടിലുണ്ട്. അപ്പോഴത്തന്നെ വേറെ അപകടമൊന്നും ഭാഗ്യം കൊണ്ട് പറ്റിയില്ല. അങ്ങേര് കൈ ഇത്തിരി ചെളി വെച്ച് അത് കഴുകി വൃത്തിയാക്കി. അപ്പോഴത്തന്നെ ഒരു ഓസ് കൊണ്ടുവന്ന് അവിടെ ചെളി വീണതെല്ലാം കഴുകി വൃത്തിയാക്കി. മാഡം, ഏത് വാർഡിലാണ് കൗൺസിലർ? ഞാൻ പുത്തമ്പാലം വാർഡിലെ കൗൺസിലറാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ജനപ്രതിനിധി തന്നെ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ഗുണ്ടകളെ ഇറക്കി ഭീഷണി മുഴക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെടുമങ്ങാട്.